friends, once again welcome to my video blog AjayTechTips. ഞാൻ അജയ്, നിങ്ങളെല്ലാവർക്കും സുപരിചിതൻ. അപ്പോൾ ഞാനിന്ന് വന്നത് യൂട്യൂബേഴ്സിനായിട്ട് വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു കാര്യം കൂടെ, യൂട്യൂബേഴ്സിനായിട്ട് നമ്മൾ പുതിയൊരു ചാനൽ തുടങ്ങാണ്. ഒരു യൂട്യൂബേഴ്സ് മലയാളം അക്കാഡമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനലും കൂടെ തുടങ്ങാണ്. കാരണം നമ്മുടെ ചാനലിൽ തന്നെ യൂട്യൂബിന്റെ ട്യൂട്ടോറിയൽ വീഡിയോ ഇടുമ്പോൾ സാധാരണ പ്രേക്ഷകർക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ട്. ഒന്ന് രണ്ട് കമന്റ്സ് നമ്മൾ അതിന്റെ ബേസ് ചെയ്തിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ചാനലും കൂടെ, അപ്പം ആ ചാനലും കൂടെ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇത് ഒരു യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. ഈ വീഡിയോയും കൂടി ഇനി യൂട്യൂബേഴ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആയിട്ട് എന്ത് ചെയ്യുള്ളൂ, അജയ് ടെക് ടിപ്സിൽ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ഇനി ഒരു വീഡിയോ കൂടെ ഉണ്ടാവും. ജാനുവരി 1 ശേഷം, അതായത് 2021 മുതൽക്ക് അജയ് ടെക് ടിപ്സിന് പകരം അജയ് ടെക് ടിപ്സിന്റെ ടെക് പരമായിട്ടുള്ള ബാക്കി എല്ലാ വീഡിയോസും, അൺബോക്സിങ്സ്, നമ്മുടെ ടെക് ന്യൂസ് കാര്യങ്ങളൊക്കെ അതിൽ വരും. യൂട്യൂബിനെ കുറിച്ചുള്ള ടെക് ന്യൂസസ് നമ്മൾ വരും. ബട്ട് ഈ ടീച്ചിങ്, അതേപോലെ യൂട്യൂബേഴ്സിനായിട്ട് കൂടുതലായിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, യൂട്യൂബേഴ്സ് അക്കാഡമി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനൽ തുടങ്ങാണ്. പിന്നെ അതിന് പുറമെ ഈ യൂട്യൂബേഴ്സ് ബേസ് ചെയ്തിട്ടുള്ള ലൈവ് വരെ അജയ് ടെക് ടിപ്സിലാണ്. കാരണം നമുക്ക് 1000 സബ്സ്ക്രൈബർ ആവണം ലൈവ് മൊബൈലിൽ ചെയ്യാൻ പറ്റിയ. ഞാൻ മൊബൈലിലാണ് ഷൂട്ട് ചെയ്യുന്നത്. എൻ്റെ റിയൽമി 3 പ്രോയിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഞാനത് നല്ല സാറ്റിസ്ഫൈഡ് ആണ്. അതിൻ്റെ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ട് 25 മെഗാ പിക്സൽ ആണ്. അപ്പോൾ എനിക്കത് നല്ലൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഫോണാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് റിവ്യൂ ചെയ്തു. ഇപ്പോൾ ഒരു കൊല്ലം കഴിഞ്ഞ ഫോണാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അത് പറ്റി പറയാം. അപ്പം ഇന്ന് നമ്മുടെ ടോപ്പിക് അതല്ല. യൂട്യൂബിൽ മോണിറ്റൈസേഷൻ പോളിസിയിൽ അപ്പാടെ ചേഞ്ച് വന്നു. അതിൽ ആദ്യത്തെ കാര്യം പറയാൻ വെച്ചാൽ നമ്മുടെ ചാനലിൽ ഒരു ലക്ഷ്യം ഉണ്ടാവണം. ഒരു സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ഞാൻ കുറേ വ്ളോഗ്സ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത് ഇഷ്യൂ ആണ്. ഇപ്പം പല ടെക് വ്ളോഗേഴ്സും ഇപ്പോൾ വ്ളോഗുകളാണ് ചെയ്യുന്നത്. അത് ചെയ്യാൻ പാടില്ല. സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് വെച്ചാൽ മെയിൻലി അതാണ്. അതിൻ്റെ ഇടയിൽ കൂടെ 1-2 വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നോ ഇഷ്യൂ. ബട്ട് അറ്റ് മോസ്റ്റ് നമ്മൾ പറയാൻ വെച്ചാൽ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറയുമ്പോൾ അത് തന്നെ വരണം. യൂട്യൂബ് കറക്റ്റായിട്ട് എന്ത് ചെയ്യും, അത് ഇവാലുവേറ്റ് ചെയ്യും. അത് എപ്പോഴാണെന്ന് വെച്ചാൽ മോണിറ്റൈസ് ചെയ്യുന്ന നേരത്ത്. മോണിറ്റൈസേഷൻ കഴിഞ്ഞാൽ കുഴപ്പമില്ല, പക്ഷെ ബാക്കി കാര്യങ്ങളിലേക്ക് അത് ഇഷ്യൂ ആയി മാറാൻ ചാൻസ് ഉണ്ട്. ലിമിറ്റഡ് ആഡൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അത് മോണിറ്റൈസ് ചെയ്ത ആൾക്കാർക്ക്. അതായത് പിന്നെ രണ്ടാമത് പറയുന്നത് ചാനലിലെ മെറ്റാഡാറ്റയാണ്. അതായത് ടൈറ്റിൽ, ടാഗ്, ഡിസ്ക്രിപ്ഷൻ പക്കയായിരിക്കണം. അതേപോലെ തന്നെ ടാഗിൽ ഫേക്ക് ആയിട്ട് നമ്മൾ ചെയ്യാൻ പാടില്ല. ഇപ്പം ഞാനിപ്പം ഫുള്ള് ഒരു ടെക് വീഡിയോ ആണ് ചെയ്യുന്നത് വെച്ചാൽ അതല്ലാണ്ട് വേറൊരു ട്രെൻഡിങ് ആയിട്ടുള്ള ടാഗ്സ് ഞാൻ കൊടുക്കാൻ പാടില്ല. അതും യൂട്യൂബ് ഇവാലുവേറ്റ് ചെയ്യും. സെക്കൻഡ് പോയിന്റ്. തേർഡ് പോയിന്റ് ആണ് കൂടുതലായിട്ടുള്ള, അതാണ് നമ്മൾ ഒരുവിധം ലേഡീസിന് അത് ഭയങ്കര ഒരു തിരിച്ചടി ആവുന്നതാണ്. ഫേസ് വാല്യൂ നോക്കാൻ പോവാണ്. ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു 1 lakh സബ്സ്ക്രൈബർ ആവുമ്പോൾ നമ്മുടെ സിൽവർ ബട്ടണും ചാനൽ വെരിഫിക്കേഷനും ഫേസ് വാല്യൂ വേണം പറഞ്ഞു. അതേപോലെ തന്നെ ഇനി മോണിറ്റൈസേഷനും പോളിസി വരാൻ പോകുന്നുണ്ടെന്നുള്ള ലീക്സ് ആൻഡ് റൂമേഴ്സ് ആണ്. ബട്ട് അത് അതിലേക്ക് എത്തും 2021. അത് ഭയങ്കര ഇഷ്യൂ ആയിട്ട് മാറും. കാരണം എന്താ വെച്ചാൽ ഫേസ് കാണിക്കണം. കാരണം കുറെ കോൺട്രവേഴ്സീസ് വരാറുണ്ട്. ഇപ്പൊ ഫേസ് ഇടാണ്ട് ചെയ്തിട്ട് ഓരോരുത്തരുടെ ക്ലെയിം ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് ഇഷ്യൂ ആയി മാറും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസ് ഐഡന്റിറ്റി കൊടുക്കണം. നമ്മൾ വേറെ എന്ത് സോഷ്യൽ മീഡിയ ലിങ്ക് ഒന്നും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടും കാര്യമില്ല. ഫേസിന് ഫേസ് തന്നെ വേണം. ഇപ്പോൾ ഒരു കുക്കിംഗ് ചാനലാണെന്ന് വെച്ചാൽ അവർ ഇൻട്രഡക്ഷൻ പറഞ്ഞതിന് ശേഷം മാത്രം പോവാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടപോലെ ഞാൻ ട്യൂട്ടോറിയൽ വീഡിയോ ചെയ്യാണെന്ന് പറഞ്ഞിട്ട് നേരെ ട്യൂട്ടോറിയലിലേക്ക് പോകാൻ പറഞ്ഞ പോലെ നേരെ കിച്ചണിലേക്ക് പോകാന്ന് പറഞ്ഞിട്ട് വേണം അത് ചെയ്യേണ്ട വരാം. അപ്പം ആ രീതിയിൽ തന്നെ ചെയ്യണം. അല്ലാത്തവർ ചെയ്യേണ്ട എന്നുള്ള രീതിയിലാണ് യൂട്യൂബ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഫേസ് വാല്യൂ ഭയങ്കര ഇഷ്യൂ ഉണ്ട്. കാരണം ഫേസ് റെക്കഗ്നേഷൻ അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യൂട്യൂബ് ഇങ്ങനെ ഒരു പോളിസി കൊണ്ടുവന്നിരിക്കുന്നത്. അത് നല്ലൊരു പോളിസി ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ കുറെ പേർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഫേസ് കാണിക്കാൻ മടിയുള്ളവർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് അവർ ഇൻട്രോയിൽ എന്തായാലും വേണം. പിന്നെ തംബ്നെയിലും കൊടുക്കുക. പിന്നെ തംബ്നെയിൽ അവർ കറക്റ്റായിട്ട് ക്ലിക്ബൈറ്റ് തംബ്നെയിൽസ് അധികം ചെയ്യാതിരിക്കുക. അതും യൂട്യൂബ് നോക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫേസ് വാല്യൂ, പിന്നെ ചാനലിൽ ഒരു ലക്ഷ്യം വേണം. അപ്പൊ നമ്മൾ എന്തിനാണോ ചാനല് പറയണത് ആ കാറ്റഗറി തന്നെ ആയിരിക്കണം വീഡിയോസ് ഇടാൻ. 1-2 വീഡിയോ മാറിക്കഴിഞ്ഞാലും കുഴപ്പമില്ല. ബട്ട് മെയിൻ ആയിട്ട് സെയിം കാറ്റഗറി തന്നെ ആയിരിക്കണം. അത് ഇവാലുവേറ്റ്. അതുകൊണ്ടാണ് ഇപ്പൊ മോണിറ്റൈസ് ചെയ്യുന്ന നേരത്ത് ഫസ്റ്റ് സ്റ്റെപ്പും സെക്കൻഡ് സ്റ്റെപ്പും പാസ്സാവും, തേർഡ് സ്റ്റെപ്പ് പാസ്സാവുന്നില്ല. ഞാൻ അതിൽ കണ്ട 80% ആൾക്കാർക്ക് അവർ ഫേസ് വീഡിയോയിൽ ഇടുന്നില്ല. അതൊരു ഇഷ്യൂ ആയിട്ട് തന്നെയാണ് കാണുന്നത്. പിന്നെ വേറെ ആൾക്കാരെ വീഡിയോസ് എടുക്കാതിരിക്കുക. റിപ്പീറ്റഡ് ടോപ്പിക്സ്, റിപ്പീറ്റഡ് വീഡിയോസ് ഇടുക. അതായത് ഇപ്പം നമ്മൾ വേറെ ഒരാളുടെ
വീഡിയോ നമ്മൾ അടിച്ചു മാറ്റിയിട്ട് നമ്മുടെ കണ്ടന്റ് അവരെ കണ്ടന്റ് ഇട്ടാലും അല്ലെങ്കിൽ നമ്മൾ ചെയ്ത കണ്ടന്റിന്റെ ക്ലിപ്പിംഗ് അല്ലെങ്കിൽ നമ്മൾ ഒരു ചാനലിലുള്ള വീഡിയോ എടുത്തിട്ട് വേറെ ചാനൽ ഇട്ടാലും അത് റീയൂസ്ഡ് കണ്ടന്റ് എന്നുള്ള പോളിസിയും അവിടെയും മോണിറ്റൈസേഷൻ ബ്ലോക്ക് ആവും. ഇത് കുറച്ചു കാലം മുമ്പ് തന്നെ വന്നതാണ്. അപ്പം പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക, നമ്മുടെ ടൈറ്റിൽ, ടാഗ്, ഡിസ്ക്രിപ്ഷൻ, തംബ്നെയിൽ ശ്രദ്ധിക്കുക. പിന്നെ നമ്മുടെ ചാനലിലെ ലക്ഷ്യബോധം വെക്കുക. നമുക്ക് കഴിയുന്നിടത്തോളം നമ്മുടെ ഫേസ് കാണിക്കാൻ നോക്കുക. ഇന്ന് ടോപ്പ് ചാനൽസ് ഉണ്ട് ഫേസ് കാണിക്കാതുള്ളത്, അവരൊക്കെ ഫേസ് കാണിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് വരുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആവും. പിന്നെ എൻ്റെ പുതിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമ്മൾ ഫേക്ക് ന്യൂസസ് ആക്കണില്ല, സ്പ്രെഡ് ചെയ്യുന്നില്ല. ഇതൊരു ലീക്സ് ആൻഡ് റൂമേഴ്സ് ആണ്. അറ്റ്മോസ്റ്റ് ഇത് വരാൻ തന്നെയാണ് പോണത്. കാരണം അവരെ യൂട്യൂബിന്റെ ഫോറിൻ വീഡിയോസിലൊക്കെ ഇത് കറക്റ്റ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്, ഇംഗ്ലീഷ് വീഡിയോസിൽ. അപ്പം നിങ്ങൾ അതൊന്ന് പറ്റുമെങ്കിൽ കാണാം. യൂട്യൂബേഴ്സ് അക്കാഡമീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇംഗ്ലീഷ് വീഡിയോസ് ഉണ്ടാവും, അല്ലെങ്കിൽ ക്രിയേറ്റർ അക്കാഡമിയിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് എൻ്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഗുഡ് ബൈ.